നമസ്കാരം. ഈ വർഷത്തെ അക്ഷയ തൃതീയ വരുന്നത് മെയ് 10-നാകുന്നു. ഇനി അധികം ദിവസങ്ങളില്ല എന്ന് പറയാം. എന്നാൽ അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിരവധി ശുഭയോഗങ്ങളോടെയാണ് ഈ വർഷം അക്ഷയ തൃതീയ കടന്നു വരുന്നത്. അക്ഷയ തൃതീയ നാളിൽ ഗജകേസരി യോഗവും രാജയോഗവും രൂപാന്തരപ്പെടുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമയം, അതായത് അക്ഷയ തൃതീയ നാളിൽ ചന്ദ്രനും വ്യാഴവും കൂടിച്ചേർന്നാണ് ഇത്തരത്തിൽ ഗജകേസരി യോഗത്തിന് രൂപം നൽകിയിരിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ജ്യോതിഷപ്രകാരം ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഗജകേസരി യോഗത്തെ പ്രധാനപ്പെട്ടതും ഐശ്വര്യപ്രദവുമായ യോഗങ്ങളിൽ ഒന്നായി തന്നെയാണ് ജ്യോതിഷപ്രകാരം കണക്കാക്കുന്നതും. ചന്ദ്രനും വ്യാഴവും ചേർന്നാണ് ഗജകേസരി യോഗം രൂപപ്പെടുത്തുന്നത് എന്ന കാര്യം ഓർക്കുക. അക്ഷയ തൃതീയയിൽ ഗജകേസരി യോഗം രൂപപ്പെടുന്നതോടെ വളരെയധികം മാറ്റങ്ങൾ ചില രാശിക്കാരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗജകേസരി യോഗം അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതായ സമയമാകുന്നു. കാരണം നിങ്ങളുടെ ജാതകത്തിലെ പണത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഗൃഹത്തിൽ തന്നെയാണ് ഈ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത്. അതിനാൽ തന്നെ കാലാകാലങ്ങളായി നിങ്ങൾക്ക് നിലനിന്നിരുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനും അപ്രതീക്ഷിതമായ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നതായ ദിവസം എന്ന് നിസ്സംശയം പറയാം. കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ, അത് പഠിപ്പോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുവാനുള്ള അവസരങ്ങൾ പോലും വന്ന് ചേരുന്നതായ സമയം, അഥവാ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഈ സമയം വിജയം നേടുവാനും തൊഴിൽപരമായും അവസരങ്ങൾ വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം വരുമാനം വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. സംസാരത്താൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ, അഥവാ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഭാഗ്യം തുണയ്ക്കുകയും നിങ്ങൾക്ക് വിജയങ്ങൾ സംസാരത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളാൽ നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ വാക്കുകളാൽ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നതായ സമയം വന്ന് ചേർന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങൾ, ധനപരമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. സാമ്പത്തികപരമായ ഉയർച്ച, മനക്ലേശങ്ങൾ അകലുക, ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റൊരു രാശി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗജകേസരി രാജയോഗത്തിൻ്റെ രൂപീകരണം കർക്കിടകം രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായ ഫലങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങളുടെ രാജയോഗം നിങ്ങളുടെ രാശിയുടെ 9-ാം ഭാവത്തിലാണ് രൂപാന്തരപ്പെടുന്നത്, അഥവാ രൂപപ്പെടുന്നത് എന്ന് പറയാം. അതിനാൽ തന്നെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ട് വന്ന് ചേരാവുന്നതാകുന്നു. അതേക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ചില വസ്തുക്കൾ വാങ്ങുവാനായി സാധിക്കും. കൂടാതെ ഈ സമയം തീർപ്പാകാത്തതായ ജോലികൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം പൂർത്തീകരിക്കുവാൻ സാധിക്കും. വളരെ പ്രയാസമെന്ന് കരുതിയ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. വളരെ പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ
നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ശുഭകരമായ പരിപാടികളിൽ, ശുഭകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പല ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ, പേര്, പ്രശസ്തി എന്നിവ വന്നു ചേരുക, കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാൻ അഥവാ അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ രാശിയിൽ നിന്നും 10ാം ഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത് എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ സംഭവിക്കുന്നതിനാൽ തന്നെ ചിങ്ങം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ചിങ്ങം രാശിക്കാർക്ക് പ്രധാനമായും ഗജകേസരി രാജയോഗം വന്നു ചേരുന്നതായ അല്ലെങ്കിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായ സമയമാകുന്നു. ഈ സമയം അതിനാൽ തന്നെ നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും വളരെയധികം പുരോഗതി, മാറ്റങ്ങൾ പ്രകടമാകുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. അത്ഭുതകരമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അത് തൊഴിൽപരമായും അല്ലാതെയും അവസരങ്ങൾ വന്നു ചേരാം. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽ അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം ജോലി കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ലാഭം, കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുടെ തൊഴിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. വിദേശത്തേക്ക് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരും. ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെ വേഗം നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും തന്മൂലം ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. മറ്റൊരു രാശി തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം പിന്തുണ പലരിൽ നിന്നും ലഭിക്കാം. പ്രത്യേകിച്ച് സഹോദരങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നും, സഹപ്രവർത്തകരിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ കുടുംബജീവിതം ശുഭകരമായി തന്നെ വന്ന് ഭവിക്കും. തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കും. ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും വാങ്ങുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാകുന്നു. പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അത്തരത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ആഗ്രഹം നടക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അഥവാ അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാവുന്ന സമയം. ധനപരമായ സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത് അനുകൂലമായി തീരാം.
നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. പഠനത്തിൽ വളരെയധികം പുരോഗതി നേടിയെടുക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ, മാറ്റങ്ങൾ എന്നിവ വന്നു ചേരാം. വിദേശത്ത് പോലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. വിദേശത്ത് പഠനത്തിനുള്ള അവസരങ്ങളും വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ, മനക്ലേശങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ മനസ്സിനെ അലട്ടുന്നതായ അത്തരം ചിന്തകൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പലപ്പോഴും ആത്മവിശ്വാസം, ആത്മബലം എന്നിവ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം എപ്രകാരം പ്രവർത്തിക്കണം, എപ്രകാരം പ്രവർത്തിച്ചാൽ ധനപരമായ നേട്ടങ്ങൾ, മറ്റു കാര്യങ്ങൾ അനുകൂലമാക്കാം എന്ന് വ്യക്തമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്ന സമയമായതിനാൽ നിങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. കാരണം പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ അക്ഷയതൃതീയ മുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാനമായും നിങ്ങളുടെ വരുമാനവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വരുമാനം വർദ്ധിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. തൊഴിൽപരമായി ഉയർച്ച, ബിസിനസ് പരം അഥവാ കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ഏത് കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ പോലും സംഭവിക്കാം. കുടുംബത്തിൽ നിന്നും പിന്തുണ, അത് സുഹൃത്തുക്കളിൽ നിന്നും മറ്റു വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു. ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഭാവിയിൽ ധനം നേടുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. മനസ്സിൽ സന്തോഷം പകരുന്നതായ നിരവധി കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലം വന്നു ചേരും. തൊഴിൽപരമായി വളരെ വേഗം ഉയർച്ച, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ സമയം പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത, തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോലും തൊഴിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം മനക്ലേശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. ധനപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ, ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. സാമ്പത്തികപരമായ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങളുടെ സംസാരം മൂലം ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് മൂലം നഷ്ടങ്ങൾ, മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങളും വന്നു ചേരാം. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ധനപരമായ ഉയർച്ച പല വഴികളിലൂടെയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം തന്നെയാണ് ഇത്. തീർച്ചയായും ചിന്തിച്ച് പ്രവർത്തിക്കുക. സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.